നമ്മുടെ നമസ്കാരം കൃത്യമല്ല എങ്കിൽ, നമ്മുടെ നമസ്കാരങ്ങൾ ന്യൂനതകളിൽ നിന്ന് മുക്തമല്ല എങ്കിൽ, നമ്മുടെ നമസ്കാരങ്ങൾ പോരായ്മകൾ നിറഞ്ഞതും പ്രശ്നങ്ങളുള്ളതും കൃത്യമായി നിർവഹിക്കപ്പെടാത്തതുമാണ് എങ്കിൽ, നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ കോടതിയിൽ നിൽക്കുന്ന സമയത്ത് വല്ലാത്ത പരാജയം നേരിടുന്ന സാഹചര്യമുണ്ടാകും. ഈ ഒരു ഹദീസിൽ നിന്നും ഒന്നാമതായി നമസ്കാരത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ നമസ്കാരത്തിൽ വിജയിച്ച ആള് മാത്രമേ ബാക്കി ഇങ്ങോട്ടുള്ള മുഴുവൻ അവൻ്റെ കർമ്മങ്ങളിലും വിജയിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരന്മാരെ, ഒരാളുടെ നമസ്കാരങ്ങൾ കേവലം അവൻ 5 നേരം കൃത്യമായി വന്ന് നമസ്കരിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെടണമെന്നില്ല. അവൻ്റെ നമസ്കാരങ്ങൾ ന്യൂനതകളിൽ നിന്നും മുക്തമാകണം, പോരായ്മകളിൽ നിന്നും മുക്തമാകണം. നമ്മൾ നമ്മുടെ നമസ്കാരത്തെ പരിശോധിച്ചാൽ നമ്മൾ 5 നേരം പള്ളിയിൽ വന്ന് കൃത്യമായി നമസ്കരിക്കുന്നവരായിരിക്കാം ഒരു പക്ഷേ ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും എത്രത്തോളം നമ്മുടെ നമസ്കാരങ്ങൾ മുക്തമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമസ്കാരങ്ങളെ പരിശോധിച്ചാൽ എല്ലാ നിലക്കും പരിപൂർണമാണ് നമ്മുടെ നമസ്കാരമെന്ന് നമ്മളിൽ എത്ര ആളുകൾക്ക് അവരുടെ എത്ര നമസ്കാരത്തെക്കുറിച്ച് പറയാൻ സാധിക്കും സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം അത് പരിപൂർണമായി തീരുവാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമസ്കാരങ്ങളിൽ കുറവുകളും പോരായ്മകളുമുള്ള അടിമകളെ അവരുടെ വിഷയത്തിൽ പ്രത്യേകമായി മലക്കുകളോട് പറയും, ഉൻദുറു ഹൽ ലിഅബ്ദി മിൻ തതവ്വുഇൻ ഫയുകമ്മലു ബിഹാ മൻ തഖസ മിനൽ ഫരീളതി. മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, എൻ്റെ ആ അടിമയുടെ വിഷയത്തിൽ, അവൻ്റെ ഫർളുകളിൽ പോരായ്മയുള്ള കുറവുകളുള്ള ആ അടിമയുടെ വിഷയത്തിൽ നീ നോക്കുക, അവന് ഏതെങ്കിലും നിലക്ക് ആ ഫർളുകൾക്ക് പുറമെ ഐച്ഛികമായ സുന്നത്തുകൾ അവൻ നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയും അവൻ ആ ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ കൂടി നിർവഹിച്ചവനാണ് എങ്കിൽ ആ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് അവൻ്റെ ഫർള് നമസ്കാരത്തിലെ പോരായ്മകളും കുറവുകളും പരിഹരിച്ചുകൊണ്ട് അവനും വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, നമുക്കറിയാം നമ്മുടെ നമസ്കാരത്തിൻ്റെ പോരായ്മകളും കുറവുകളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ, പോരായ്മകളുള്ള കുറവുകളുള്ള നമസ്കാരങ്ങളുമായി കണ്ടുമുട്ടുമ്പോൾ അവിടെ പരാജിതനായി മാറാതിരിക്കുവാൻ ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് കർമ്മങ്ങൾ കൂടി, സുന്നത്ത് നമസ്കാരങ്ങൾ കൂടി നിർവഹിച്ചവനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ അശ്രദ്ധരാണ്. സുന്നത്ത് നമസ്കാരങ്ങളുടെ വിഷയത്തിൽ നമുക്ക് നിസ്സാരമാണ് സുന്നത്ത് നമസ്കാരം. സമയം കിട്ടിയാൽ പോലും, അവസരങ്ങൾ ഒരുങ്ങിയാൽ പോലും നമ്മൾ നമസ്കരിക്കാറില്ല. കുറച്ചു നേരത്തെ പള്ളിയിലെത്തിയാൽ പോലും, ഫർള് നമസ്കാരത്തിന് ഒരു സുന്നത്ത് കൂടി നമസ്കരിക്കാൻ സമയമുണ്ട് എന്നറിഞ്ഞാൽ പോലും പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞു നിൽക്കുകയും വുളൂഇന്റെ വേളയിൽ കുറേ നേരം സമയം ചെലവഴിച്ചവിടെ വർത്തമാനം പറഞ്ഞു നിൽക്കുകയും പള്ളിയുടെ ഉള്ളിൽ കയറിയാൽ പോലും 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ സന്നദ്ധമാവാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്ക് നമ്മളെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമസ്കാരങ്ങൾ കഴിഞ്ഞാലും നമുക്ക് സമയമുണ്ട് എങ്കിലും മറ്റു തിരക്കുകളില്ല എങ്കിൽ പോലും നമ്മൾ വെറുതെ അനാവശ്യമായി സമയങ്ങൾ ചെലവഴിക്കുന്നവരാണ് എങ്കിൽ പോലും ഒരു 2 റക്അത്ത് ലളിതമായി ആ നമസ്കാരം നിർവഹിക്കാൻ പലപ്പോഴും നമുക്ക് മടിയാണ്, നമുക്ക് അലസതയാണ്. അതിൻ്റെ ഗൗരവമോ പ്രാധാന്യമോ പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. സഹോദരന്മാരെ, ഈ സുന്നത്ത് നമസ്കാരങ്ങളാണ് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ നിൽക്കുന്ന സമയത്ത് ആ ശക്തമായ നമ്മുടെ തിന്മയുടെ ഭാരം നമ്മളെ ഒന്ന് ഇറക്കി വെക്കാൻ നമുക്ക് സഹായകമായി തീരുന്നത് ഈ സുന്നത്ത് നമസ്കാരങ്ങളാണ്. നന്മയുടെ തുലാസിൽ ഭാരം തൂങ്ങാൻ അത് കാരണമായി തീരുകയും അങ്ങനെ നന്മയുടെ തുലാസിൽ ഭാരം തൂങ്ങി സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്നത് ഈ സുന്നത്ത് നമസ്കാരങ്ങളാണ്. നാളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് നൽകി തരുന്നത് ഈ സുന്നത്ത് നമസ്കാരങ്ങളാണ്. റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു രാത്രിയിൽ കഴിച്ചുകൂട്ടുകയും എന്നിട്ട് അദ്ദേഹം പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുളൂ ചെയ്യാനും പ്രവാചകന്റെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പാരിതോഷികമെന്നോളം കഅബിനെ
റബീഅത്ത് ബിനുൽ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, സൽ, എന്താണ് നിനക്ക് വേണ്ടത്, എനിക്ക് എന്നോട് ചോദിച്ചു കൊള്ളുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം മറുപടി പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗ്ഗത്തിൽ അങ്ങയോടൊപ്പം സഹവസിക്കാനുള്ള സൗഭാഗ്യം ഞാൻ അങ്ങയോട് ചോദിച്ചു കൊള്ളുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. സ്വർഗം നേടിക്കൊടുക്കാൻ, ഒരാൾക്ക് സ്വർഗം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമല്ല. അദ്ദേഹത്തോട് പറഞ്ഞു, വേറെന്തെങ്കിലും ചോദിച്ചു കൊള്ളുക. അദ്ദേഹം പിന്നെയും പറഞ്ഞു, പ്രവാചകരെ, അത് തന്നെ മതി എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനോടൊപ്പമുള്ള സ്വർഗത്തിലെ സഹവാസം കിട്ടാൻ സഹായകമായി പഠിപ്പിച്ചു കൊടുത്തത്, എങ്കിൽ ഫഅഇനി അലാ നഫ്സിക ബികത്റതി സുജൂദ്, എങ്കിൽ റബീഅ, താങ്കൾ ധാരാളമായി സുജൂദുകൾ ചെയ്തുകൊണ്ട് താങ്കൾ ആ വിഷയത്തിൽ എന്നെ സഹായിക്കുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, ധാരാളമായി സുജൂദ് ചെയ്ത് ധാരാളമായി സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിലൂടെ സ്വർഗപ്രവേശനത്തിനും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സഹവാസത്തിനും നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, മരണപ്പെട്ട കബറാളികൾ, കബറിൽ കിടക്കുന്ന ആളുകൾക്ക് അവരോട് നിങ്ങൾ ആഗ്രഹിക്കാൻ പറഞ്ഞാൽ, ദുനിയാവിലെ എന്ത് കർമ്മങ്ങളാണ് നിങ്ങൾ ചെയ്യുക എന്ന് ആവശ്യപ്പെടാൻ പറഞ്ഞാൽ അവർ പറയും, ദുനിയാവിൽ തിരിച്ചു വന്നാൽ ഒരു 2 റക്അത്ത് നമസ്കരിക്കാനുള്ള അവസരം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതുതായി മറമാടപ്പെട്ട ഒരു ഖബറിനരികിലൂടെ കടന്നുപോയി. അദ്ദേഹം സ്വഹാബി കൂടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കളോട് പ്രവാചകൻ ചോദിച്ചു, ആരുടേതാണ് ഈ ഖബർ? സ്വഹാബാക്കൾ ആ ഖബറാളിയെ പരിചയപ്പെടുത്തി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസാരമായി കാണുന്ന 2 റക്അത്ത് നമസ്കാരമില്ലേ, നിങ്ങൾ വളരെ നിസാരമായി കാണുന്ന ലളിതമായ 2 റക്അത്ത് നമസ്കാരമില്ലേ, ആ നമസ്കാരമാണ് ഈ ആൾക്ക് ദുനിയാവിലെ സകല സുഖങ്ങൾ കിട്ടുന്നതിനേക്കാളും ആ ആൾക്ക് പിന്നെ ആഗ്രഹിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹോദരന്മാരെ, ആ നിലക്ക് സുന്നത്തുകളെ നിസ്സാരമായി കാണാതെ, ഇത് നമ്മുടെ മരണാനന്തര ജീവിതത്തിലെ പാതേയമാണ് എന്ന ബോധ്യത്തോടുകൂടി, നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ഫർദ് നമസ്കാരങ്ങളുടെ കുറവുകളെ പരിഹരിക്കാനുള്ള കാരണമാണ് എന്ന ബോധ്യത്തോടുകൂടി, നന്മയുടെ തുലാസിന് വളരെയേറെ ഭാരം തൂങ്ങാനുള്ള കാരണമാണ് എന്ന ബോധ്യത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കാനും സ്വർഗത്തിൽ പ്രവേശിച്ച അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പമുള്ള സഹവാസത്തിനുമുള്ള അവസരങ്ങളാണ് ഈ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന ബോധ്യത്തോടുകൂടി സുന്നത്ത് നമസ്കാരങ്ങളെ, ഐച്ഛികമായ കർമ്മങ്ങളെ ജീവിതത്തിൽ നോക്കിക്കാണുവാനും ആ നിലക്ക് സുന്നത്ത് നമസ്കാരങ്ങൾ അവസരം കിട്ടുമ്പോഴൊക്കെ അധികരിപ്പിക്കുവാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ആ സുന്നത്ത് നമസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് റവാത്തിബു സുന്നത്ത് എന്ന് പറയുന്നത്. റവാത്തിബു സുന്നത്ത് എന്ന് പറഞ്ഞാൽ പതിവായി നിർവഹിക്കപ്പെടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. റവാത്തിബു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നിർവഹിക്കാൻ വേണ്ടി പഠിപ്പിച്ച 12 റക്അത്ത് റവാത്തിബു സുന്നത്തുകളുണ്ട്. മഹദി ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും ഞാൻ കേട്ടു, യഖൂലു മൻ സ്വല്ല 12 റക്അത്തൻ ഫി യൗമിൻ വലൈലത്തിൻ ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന. ആരെങ്കിലും ഒരു ദിവസം പകലിലും രാത്രിയുമായി 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചാൽ അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നാളെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അല്ലാഹു ഒരു ഭവനം നിർമ്മിക്കുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന, വളരെ ലളിതമായി നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഈ സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട്, നമസ്കാരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രികമായ മഹനീയമായ ഭവനം നമുക്ക് വേണ്ടി പണി ചെയ്യുന്നു എന്നുള്ളതാണ്. സഹോദരന്മാരെ, ദുനിയാവിൽ ഒരു ഭവനം കിട്ടാൻ, ദുനിയാവിൽ ഒരു വീട് കിട്ടാൻ എത്രത്തോളം നമുക്ക് അധ്വാനിക്കാൻ കഴിയോ അത്രയും നമ്മൾ അധ്വാനിക്കും. നമ്മൾ എടുക്കുന്നതിനും കൂടുതൽ പണിയെടുക്കാനുള്ള അവസരം കിട്ടിയാൽ, കഷ്ടപ്പാടുകൾ നിറഞ്ഞ പണികളാണെങ്കിൽ പോലും ഒരു വീട് വെക്കാനുള്ള മോഹങ്ങൾ കൊണ്ട് അതിനൊക്കെ നമ്മൾ സന്നദ്ധമാകും. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കും, അതിനൊരുപാട് നമ്മൾ കഷ്ടപ്പെടും. എന്നിട്ടോ ആ വീട് വെച്ച് നമ്മൾ ആ വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്ര കാലം നമുക്ക് ജീവിക്കാൻ കഴിയും? വളരെ തുച്ഛമായ കാലം ആ ദുനിയാവിലെ വീട്ടിൽ നമ്മൾ ജീവിച്ചാൽ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും നശിച്ചു പോകാത്ത പാരത്രികമായ ഭവനം നമുക്ക് വേണ്ടി ഒരുക്കപ്പെടാൻ ഈ ലളിതമായ നിസ്സാരമായ കുറച്ചു സമയം കൊണ്ട് നിർവഹിക്കാൻ സാധ്യമാകുന്ന ഈ സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ട് സാധ്യമാണെങ്കിൽ എന്തുകൊണ്ട് സഹോദരന്മാരെ ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധിച്ചുകൂടാ? ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട പ്രവാചകന്റെ പത്നിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാൻ പ്രവാചകനിൽ നിന്ന് കേട്ട നാളു മുതൽ പിന്നെ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലും ആ റവാത്തിബ് സുന്നത്തുകളെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല.
ആ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും ഈ ഹദീസ് കേട്ട ഈ ഒരു നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും കേട്ട അംബസ റഹിമഹുള്ള പറയുകയാണ്, ഉമ്മയായ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും ഈ ഹദീസ് കേട്ടതിന് ശേഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ ഒരു സുന്നത്ത് കർമ്മം ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അംബസ റഹിമഹുള്ളയിൽ നിന്നും ഈ ഹദീസ് കേട്ട അംർ ഇബ്നു ഔസ് റഹിമഹുള്ള പറയുകയാണ്, അംബസ റഹിമഹുള്ളയിൽ നിന്നും ഈ ഹദീസ് കേട്ട നാൾ മുതൽ പിന്നെ ഒരു കാലത്തും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ നന്മ ഒഴിവാക്കിയിട്ടില്ല. അദ്ദേഹത്തിൽ നിന്നും അംർ ഇബ്നു ഔസിൽ നിന്നും ഈ ഹദീസ് കേട്ട നുഅ്മാൻ ഇബ്നു സാലിം റഹിമഹുള്ള പറയുകയാണ്, അംർ ഇബ്നു ഔസിൽ നിന്നും ഈ ഹദീസ് കേട്ട നാൾ മുതൽ പിന്നെ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലും ഈ വിഷയത്തിൽ ഞാൻ അവഗണന കാണിച്ചിട്ടില്ല എന്ന് മഹാനായ നുഅ്മാൻ ഇബ്നു സാലിം റഹിമഹുള്ള പറയുകയാണ്. സഹോദരന്മാരെ, സലഫുകൾ അങ്ങനെയാണ്. ഒരു നന്മ കേട്ടാൽ, ഒരു സുന്നത്ത് കേട്ടാൽ, പാരത്രികമായി പ്രതിഫലം ലഭിക്കുന്ന, മഹത്വം ലഭിക്കുന്ന ഒരു നന്മ കേട്ടാൽ, സുന്നത്ത് കേട്ടാൽ അവരുടെ നിലപാടുകൾ അങ്ങനെയായിരുന്നു. അതിന്റെ മഹത്വം അത്രയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ കേട്ട നാൾ മുതൽ ഒഴിവാക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്. സലഫുകളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒഴിവാക്കാതെ നിത്യവും കൊണ്ടു നടന്ന സുന്നത്തുകളാണ്. മാത്രവുമല്ല, സ്വഹാബാക്കൾ പ്രവാചകനിൽ നിന്നും കേട്ട സ്വഹാബാക്കൾ, ഇത് കണ്ടുപഠിച്ച സ്വഹാബാക്കൾ അവരുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ട പിന്നെ സുന്നത്താണ്. സലഫുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒഴിവാക്കാതെ കൊണ്ടു നടന്ന സുന്നത്തുകളാണ്. അതുകൊണ്ടാണ് ഇബ്നു ഖാസിം റഹിമഹുള്ള പറഞ്ഞത്, ഈ റവാത്തിബ് പോലുള്ള സുന്നത്തുകൾ, ഈ സുന്നത്തിനെ നിരന്തരം ഒഴിവാക്കുന്ന ആളുകൾ, അതിൽ തീരെ അശ്രദ്ധ കാണിക്കുന്ന ആളുകൾ അവരുടെ ദീനിന്റെ കുറവിനെയാണ് ഇതറിയിക്കുന്നത് എന്ന്. സഹോദരന്മാരെ, തീരെ അവഗണിച്ചുകൊണ്ട് അവസരം കിട്ടുമ്പോൾ പോലും, നിസ്കരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ പോലും ഈ നിസ്കാരത്തെ ഒഴിവാക്കുന്ന ആളുകൾ അവരുടെ ദീനിന്റെ കുറവിനെയാണ് ബോധ്യപ്പെടുത്തുന്നത് എന്ന് ഇബ്നു ഖാസിം റഹിമഹുള്ള പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, റവാത്തിബ് സുന്നത്തുകൾ നമുക്കറിയാം. സുബഹിക്ക് മുമ്പ് 2, അതേപോലെ തന്നെ ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 2. ളുഹറിന് മുമ്പ് 4 എന്നുള്ളത് മറ്റൊരു ഹദീസിൽ ളുഹറിന് മുമ്പ് 2 റക്അത്താണ് എന്ന് പഠിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത്, 4 റക്അത്ത് നമസ്കരിക്കലാണ് കൂടുതൽ ശ്രേഷ്ഠകരവും കൂടുതൽ മഹത്വമുള്ളതും പൂർണ്ണതയും. 2 റക്അത്ത് നമസ്കരിച്ചാൽ തന്നെ റവാത്തിബിന്റെ ഒരു മഹത്വവും ശ്രേഷ്ഠതയും അവന് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഈ റവാത്തിബ് സുന്നത്തുകൾ ളുഹറിന് മുമ്പ് 4, അതേപോലെ തന്നെ ശേഷം 2, അതേപോലെ തന്നെ മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2, അങ്ങനെ 12 റക്അത്തുകൾ. ളുഹറിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 10 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, പ്രത്യേകമായി ശ്രദ്ധിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ പരിശ്രമിക്കുക. ഈ റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ റവാത്തിബ് സുന്നത്താണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റക്അത്താ അൽ-ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഫർദ് നമസ്കാരം, ഫജ്ർ നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അത് ദുനിയാവും അതിലെ മുഴുവനും ലഭിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ദുനിയാവും അതിലെ സുഖങ്ങൾ മുഴുവനും ഒരു തട്ടിൽ വെക്കുകയും ഈ 2 റക്അത്ത് നമസ്കാരം മറ്റേ തട്ടിൽ വെക്കുകയും ഈ 2 റക്അത്ത് നമസ്കാരം ലളിതമായി മറ്റു റക്അത്തുകളെ അപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലഘുവായി നമസ്കരിക്കുന്ന ഈ 2 റക്അത്തിനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ എന്തായാലും സുബ്ഹ് നമസ്കരിക്കുന്നവരാണ്. സുബഹി നമസ്കരിക്കാൻ ഒരല്പം നേരത്തെ 2 റക്അത്ത് പ്രവാചകൻ ബാക്കിയുള്ള നമസ്കാരത്തെക്കാളും ലഘുവായാണ് നമസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമസ്കരിക്കാൻ വളരെ എളുപ്പമാണ്. അത് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രകളിൽ പോലും അത് ശ്രദ്ധിച്ചിരുന്നു. ബാക്കിയുള്ള റവാത്തിബ് സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് യാത്രകളിൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ നാട്ടിലുള്ളപ്പോഴാണ് ബാക്കിയുള്ള റവാത്തിബുകൾ നമസ്കരിക്കുന്നത്, യാത്രകളിൽ ഒഴിവാക്കുമായിരുന്നു. പക്ഷേ സുബഹിന്റെ 2 റക്അത്തും ഫജ്റിന് മുമ്പുള്ള ആ സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രകളിൽ പോലും മുടങ്ങാതെ നമസ്കരിച്ച നമസ്കാരമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമുക്ക് ആ 2 റക്അത്ത് എന്തെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടു പോയാൽ, ഉറക്കം കാരണത്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ, ജമാഅത്ത് തുടങ്ങാൻ സമയമായതുകൊണ്ട് നിർവഹിക്കാൻ സമയമില്ലാത്തത് കൊണ്ടോ ഒക്കെ അത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം കഴിഞ്ഞതിന് ശേഷം, ഫർദ് നമസ്കാരത്തിന് ശേഷം അത് നിർവഹിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും
സ്വഹാബാക്കളും ഒരു യാത്രയിലായിരിക്കെ ആ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും വളരെയധികം ക്ഷീണത്താൽ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഫർദ് നമസ്കാരത്തോടൊപ്പം ഈ 2 റക്അത്ത് ഈ സുന്നത്ത് നമസ്കാരം കൂടി നിർവഹിച്ചിട്ടുണ്ട്. മാത്രമല്ല ഖൈസ് ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഫർദ് നമസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഫർദ് നമസ്കരിച്ചു. സുബഹി നമസ്കരിച്ചതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബഹി 2 റക്അത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് എനിക്ക് നിസ്കരിക്കാൻ സാധിച്ചില്ല, അതാണ് നിർവഹിച്ചത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മൗനം അവലംബിക്കുകയുണ്ടായി. സഹോദരന്മാരെ, ആ നിലക്ക് സുബഹിന്റെ മുമ്പ് ഉള്ള 2 റക്അത്ത് നഷ്ടപ്പെട്ടാൽ അത് സൂര്യൻ ആ ഫർദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നീ സൂര്യൻ ഉദിച്ചതിന് ശേഷമാണെങ്കിൽ പോലും നമുക്കത് നിർവഹിക്കാൻ കഴിയും. അതേപോലെ തന്നെ ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത്, ആ 4 റക്അത്തിന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാധാന്യം കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആ സമയത്ത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയത്ത് എൻ്റെ കർമ്മങ്ങൾ ആ കവാടങ്ങളിലൂടെ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് തന്നെ ളുഹറിന് മുമ്പുള്ള 4 റക്അത്തിന് അതിൻ്റെതായ മഹത്വമുണ്ട്. മാത്രമല്ല ളുഹറിന് ശേഷം 2 റക്അത്താണെങ്കിലും ളുഹറിന് മുമ്പ് 4 റക്അത്തും ശേഷം 4 റക്അത്തും നമസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ 8 റക്അത്തുകൾ അവനെ നരകത്തിലെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, ളുഹറിന്റെ സുന്നത്ത് നമസ്കാരങ്ങളും റവാത്തിബുകളും എന്തെങ്കിലും കാരണങ്ങളാൽ, തിരക്കുകളാൽ, ഉറങ്ങിപ്പോയതുകൊണ്ട്, മറന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ അത് കഴിഞ്ഞുള്ള സമയം നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരു സംഘം ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ളുഹർ നിസ്കാരത്തിന് ശേഷം കടന്നു വന്നു. പ്രവാചകൻ തിരക്കിലായി. ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത് പ്രവാചകന് നിർവഹിക്കാൻ സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അസ്ർ നമസ്കാരത്തിന് ശേഷം നിർവഹിച്ചു എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണത്താൽ ളുഹറിന്റെ റവാത്തിബുകൾ നമുക്ക് നഷ്ടമായാൽ പോലും അതിനു ശേഷം നമുക്ക് നിർവഹിക്കാവുന്നതാണ്. റവാത്തിബു സുന്നത്തുകൾ അത് നമുക്ക് നമസ്കരിക്കാനുള്ള സമയം ആ ബാങ്കിന്റെ സമയം തുടങ്ങിയത് മുതൽ ഇഖാമത്ത് കൊടുക്കുന്നത് വരെ, ഫർദ് നമസ്കരിക്കുന്നത് വരെയാണ്. അതിനു മുമ്പ് ഒരാളെ നമസ്കരിച്ചാൽ അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. എന്തെങ്കിലും കാരണത്താൽ ആ സമയത്തിനപ്പുറത്ത് ആ സമയം വരെ അവന് നിസ്കരിക്കാൻ കഴിയാതെ പോയാൽ അതിനുശേഷവും അവൻ നിർവഹിക്കാവുന്നതാണ്. അസ്ർ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അസ്ർ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ റവാത്തിബ് സുന്നത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുന്ന ആള് റഹിമല്ലാഹു ഇംറഅൻ സ്വല്ല അർബഅൻ, ആരെങ്കിലും അസ്റിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിച്ചാൽ അള്ളാഹു അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസ്ർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് നമസ്കരിക്കുക എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് കരസ്ഥമാക്കാനുള്ള കാരണമാണ്. അതേപോലെ തന്നെ മഗ്രിബിന് ശേഷമാണ് 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത്. അതേസമയം മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സല്ലു ഖബലൽ മഗ്രിബി, നിങ്ങൾ മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ ആവർത്തിച്ചു. 3ാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ ഷാ, ഉദ്ദേശിക്കുന്ന ആളുകൾ നമസ്കരിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് റവാത്തിബ് പോലെ പ്രാധാന്യം നൽകപ്പെടുന്ന ഒരു സുന്നത്തല്ലാത്തത് കൊണ്ട് അത് പിന്നീട് ഫർളായി നിർബന്ധമായ ഗണത്തിൽ ആളുകൾ പരിഗണിക്കാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3ാമത്തെ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നവൻ നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. സ്വഹാബാക്കൾ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ സ്വഹാബാക്കൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ, അവർ പള്ളിയിൽ മഗ്രിബിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ തൂണുകളെ മറയാക്കി നമസ്കരിക്കാൻ വേണ്ടി ധൃതി കൂട്ടുമായിരുന്നു എന്നാണ്. ഒരാൾ പുറത്തുനിന്ന് വന്നാൽ ആ ആളുകളുടെ നമസ്കാരത്തിന്റെ ആധിക്യം കാരണം സുന്നത്ത് ഫർദ് നമസ്കാരം നിർവഹിക്കപ്പെട്ടുവോ എന്ന് പോലും വിചാരിക്കുമാർ സ്വഹാബാക്കളൊക്കെ അതിൽ താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഇശാഇന് ശേഷം 2 റക്അത്ത് ആണ് റവാത്തിബ് പഠിപ്പിക്കപ്പെട്ടുള്ളത്. ഇശാഇന് മുമ്പ് നമസ്കരിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ബൈന കുല്ലി ആദാനൈനി സ്വലാത്തുൻ, എല്ലാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ സുന്നത്ത് നമസ്കാരമുണ്ട്. അതുകൊണ്ട് തന്നെ
ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇഖാമത്ത് വരെയുള്ള സമയത്ത് നമുക്ക് സുന്നത്ത് നിർവഹിക്കാവുന്നതാണ്. അത് സുബഹിക്കാകട്ടെ, ളുഹറിനാകട്ടെ, അസറിനാകട്ടെ, മഗ്രിബിനാകട്ടെ, ഇശാഇനാകട്ടെ, ബാങ്ക് കൊടുത്താൽ ഇഖാമത്ത് കൊടുക്കുന്നത് വരെ നമുക്ക് സുന്നത്ത് നിർവഹിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സുന്നത്തായ നമസ്കാരങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതിന് താല്പര്യം കൊടുക്കുവാനും അതിന് ശ്രദ്ധ പുലർത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരത്തിൽ നമ്മളെ നമസ്കരിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഓരോ സുജൂദുകളും നമ്മൾ നിർവഹിക്കപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതൊരടിമയും ഒരു സുജൂദ് നിർവഹിക്കുമ്പോൾ അതിലൂടെ അവൻ്റെ ഒരു ദറജ ഉയർത്തുകയും അതേപോലെ തന്നെ അവൻ്റെ ഒരു പാപം മായ്ക്കുകയും ചെയ്യുകയാണ്. ഓരോ സുജൂദുകളും നമ്മൾ ഭൂമിയിൽ നിർവഹിക്കപ്പെടുമ്പോൾ നമ്മുടെ ദറജകൾ അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിസ്സാരമായി കാണാതെ ഗൗരവത്തിലെടുത്തുകൊണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ സുന്നത്തുകളെ അധികരിപ്പിച്ചുകൊണ്ടും ഈ റവാത്തിബ് സുന്നത്തുകളെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് നയിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ള അടിമകളായി ജീവിക്കണമേ എന്ന് ശബ്ദത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, സുന്നത്ത് നമസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതിക്കും, സുന്നത്ത് നമസ്കാരങ്ങളെ നിങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുക. ഫഇന്ന അഫ്ളല സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലാ സ്വലാത്തൽ മക്തൂബതി, ഫർദ് നിസ്കാരങ്ങൾ ഒഴികെയുള്ള എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും, ജമാഅത്തായി നിർവഹിക്കപ്പെടാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ, അതൊരടിമ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ കഴിയുന്ന അവസരങ്ങളിലെല്ലാം പരമാവധി അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, വീട്ടിൽ വെച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ ഖളഅ അഹദുകും അസ്സലാത ഫീ മസ്ജിദിഹി ഫലിയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറ. നിങ്ങൾ ഫർദ് നമസ്കാരങ്ങൾ പള്ളികളിൽ വെച്ച് നിർവഹിച്ചാൽ അതിൻ്റെ ഒരു ഓഹരി അഥവാ സുന്നത്ത് നമസ്കാരങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ചാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അവരുടെ വീടുകളിൽ ഖൈറിനെ, നന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീടുകളിൽ വെച്ച് നമസ്കരിക്കുവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും വീടുകളിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകളിൽ കാണുന്നതിൽ നിന്നും അതിലൂടെ റിയാ കടന്നു വരാനുള്ള സാധ്യതകളിൽ നിന്നും മുക്തമാകുന്നതിന് ഒരാൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അത് ഫർദും സുന്നത്തും പോലെ പിന്നെ ശ്രേഷ്ഠകരമാണ്. ഒരാൾ പള്ളിയിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കുന്നതും വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളത്. പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ മാത്രം കഴിയുന്ന ആളുകൾ അവർ പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കുക. വീടുകളിലേക്ക് ചെന്ന് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെ നമസ്കാരം ഒഴിവാക്കി അവസാനം വീട്ടിലെത്തുമ്പോൾ വീട്ടിലും നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധമാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരമാവധി വീടുകളിൽ വെച്ച് നമ്മൾ നമസ്കരിക്കുമ്പോൾ അത് വീട്ടിലുള്ള വളർന്നു വരുന്ന കുട്ടികൾക്കും വീട്ടുകാർക്കുമൊക്കെ ആ നമസ്കാരത്തോടുള്ള താല്പര്യമുണ്ടാകാനും അതിലവരെ മാതൃകയായി ഉൾക്കൊള്ളാനും അത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി വീടുകളിൽ വെച്ച് നമസ്കരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പ്രത്യേകിച്ച് റവാത്തിബ് സുന്നത്തുകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.